ഭ്രാന്തന്റെ പ്രണയം ആൻ അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം 26. ഡോക്ടർ റാം മനോഹർ സൈക്യാട്രിസ്റ്റ് എന്നെഴുതിയ ബോർഡിൽ നോക്കിയിരിക്കുമ്പോൾ ഹരിയുടെ ഹൃദയം പതിവില്ലാത്ത വിധം എന്തിനോ മിടിച്ചുകൊണ്ടിരുന്നു. ബോധം മറിഞ്ഞ് റോഡിൽ വീണ വിനോദിനെ ഹരിയും രാജനും മാളുവും എല്ലാം ചേർന്ന് അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ തന്നെ കേട്ടിരുന്നു റൂമിൽ നിന്നും ഉറക്കെയുള്ള അവൻ്റെ നിലവിളി ശബ്ദം. ഗായത്രിയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. എല്ലാവർക്കും ആദ്യം ഒരു ഞെട്ടലായിരുന്നു. പക്ഷേ അവൻ്റെ നെഞ്ചു നീറിയുള്ള കരച്ചിലിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിരുന്നു വിനോദിൻ്റെ അസുഖം മാറിയെന്ന്. സന്തോഷം തന്നെയായിരുന്നു എല്ലാവർക്കും. ദേവിക ദൈവങ്ങളെയൊക്കെ വിളിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ചുമരിൽ ചാരി എല്ലാം തകർന്നവളെ പോലെ നിൽക്കുന്ന മാളുവിൻ്റെ ചുണ്ടുകളിലും ഉണ്ടായിരുന്നു ഒരു പുഞ്ചിരി. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ആ പുഞ്ചിരിയുടെ അർത്ഥം എന്തായിരുന്നു? ഹരിക്ക് അറിയുമായിരുന്നില്ല അത്. പക്ഷേ അവൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആർക്കും അവളുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും എന്തു പറഞ്ഞാണ് അവളെ സമാധാനിപ്പിക്കേണ്ടത്? വിനോദ്, അവൻ്റെ ഓർമ്മകളിൽ മാളവിക എന്നൊരു പെണ്ണ് ഉണ്ടോന്ന് പോലും ഉറപ്പില്ലല്ലോ. ഹരി വേദനയോടെ ചിന്തിച്ചു. ബോധം വന്ന വിനു ആകെ ബഹളായിരുന്നു. അവന് ഗായത്രിയുടെ അടുത്തേക്ക് പോണെന്ന്. അവളില്ലാത്ത ഈ ലോകത്ത് അവന് ജീവിക്കേണ്ടാന്ന്. അപ്പോ അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ പെൺകുട്ടിയോ? ഹരിയുടെ നെഞ്ച് വിങ്ങി. വിനോദിന്റെ ഡോക്ടറാണ് റാം മനോഹർ. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ആളാണ് പറഞ്ഞത് ബോധം കെടുത്തിക്കൊണ്ട് അവനെ അങ്ങോട്ടെത്തിക്കാൻ. ഇവിടെ നിന്നും ഒരു അരമണിക്കൂർ ദൂരമേ അങ്ങോട്ടുള്ളൂ. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതിനിടയിലും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരുവൾ അകത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ചിഹ്നവുമുണ്ട്. മോളെ മാളു. ഹരി അവളുടെ അടുത്തേക്ക് വന്ന് മൃദുവായ സ്വരത്തിൽ അവളെ വിളിച്ചു. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ഭേദായില്ലേ ഹരിയേട്ട? ആ വാക്കുകളിൽ സന്തോഷമുണ്ടോ? അറിയില്ലായിരുന്നു അവന്. അവൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. മാറട്ടെ, എൻ്റെ ഉണ്ണിയേട്ടൻ പഴയ പോലെ ആവട്ടെ. അവൾ അവനെ നോക്കാതെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഏട്ടത്തി. ചിന്നു കരഞ്ഞുകൊണ്ട് അവളെ വിളിച്ചു. ഏയ് ഒന്നുമില്ല ചിന്നു, നീ എന്തിനാ കരയണേ? ഇത് സന്തോഷിക്കേണ്ട സമയല്ലേ. നിന്റെ വിനോട്ടൻ്റെ അസുഖം മാറിയില്ലേ? ഇനിയിപ്പോൾ എല്ലാവരും ഓർമ്മ കാണുമല്ലോ. പഴയ പോലെ എല്ലാവരോടും സംസാരിക്കുമല്ലോ, സ്നേഹിക്കുമല്ലോ. അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. ഹരിയും ചിന്നുവും അവളെ ഞെട്ടലോടെ നോക്കി. ഒരു വേള അവൾക്ക് ഭ്രാന്തായോ എന്ന് പോലും അവർക്ക് തോന്നിപ്പോയി. മോളെ മാളു. ഹരി അവളെ വിളിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് അവളെ പൊതിഞ്ഞു പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ അവനെ മുഖമുയർത്തി നോക്കി പതിയെ അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. സാരല്ല കേട്ടോ, എന്തിനാ ഏട്ടൻ കരയണ്? എപ്പോഴും എന്നോട് പറയാറില്ലേ എൻ്റെ വിനുവിനെ മറന്നുപോയല്ലോന്ന്. ഇനി എൻ്റെ ഹരിയേട്ടന് സങ്കടപ്പെടേണ്ടി വരില്ലല്ലോ. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, എന്തൊക്കെയാ ഏട്ടൻ്റെ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കണേ? എൻ്റെ മോള് വിഷമിക്കല്ലേ. നമ്മുടെ വിനു തിരിച്ചു വന്നില്ലേ. മോൾക്ക് ജീവിക്കണ്ടേ അവൻ്റെ കൂടെ ഈ ജീവിതകാലം മുഴുവൻ? ഒരുമിച്ച് കണ്ടു തീർത്ത സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണ്ടേ? ഹരി അവളുടെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് അവളോട് സ്നേഹത്തോടെ ചോദിച്ചു. ശബ്ദമില്ലാതെ കണ്ണുകൾ മാത്രം ഒഴുക്കിക്കൊണ്ടിരുന്ന ആ പാവം പെണ്ണ് ആ നിമിഷം അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് ഡോക്ടറുടെ റൂമിൽ നിന്നും ഇറങ്ങി വന്ന ദേവികയും പവിത്രയും രാജനും ഞെട്ടലോടെ അവൾക്കടുത്തേക്ക് ഓടി. മോളെ, എൻ്റെ മാളു, നീ ഇങ്ങനെ കരയാനും വേണ്ടി എന്തപ്പം ഉണ്ടായേ? അപ്പോ വിനോദിന്റെ അസുഖം ഒരിക്കലും മാറരുതെന്നായിരുന്നോ മോൾ ആഗ്രഹിച്ചിരുന്നത്? നെഞ്ച് വിങ്ങുമ്പോഴും ഹരി അവളോട് പതർച്ചയില്ലാതെ ചോദിച്ചു. മാളു അവനെ ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും എല്ലാവരും അവൾക്കടുത്തെത്തിയിരുന്നു. ഇല്ല ഹരിയേട്ടാ, ഞാൻ അങ്ങനെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ഉണ്ണിയേട്ടൻ്റെ അസുഖം മാറ്റി കൊടുക്കണേ മഹാദേവാന്നേ ഇന്നോളം മാളു പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവൾ നിറഞ്ഞ കണ്ണോടെ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേൾക്കെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. പിന്നെ എന്തിനാടാ ഈ സങ്കടം? ഹരി സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. എന്നെ ഓർമ്മ കാണുമോ ഹരിയേട്ടൻ എൻ്റെ ഉണ്ണിയേട്ടന്? ആ മനസ്സിൻ്റെ ഒരു കോണിലെങ്കിലും ഈ മാളുണ്ടാവോ? അവൾ കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു. അതിനാർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. എല്ലാവരും സങ്കടത്തോടെ അവളെ നോക്കി. അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു നിന്ന് ധാവണി ഷാള് കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. അവൾ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തോറ്റുപോയവളുടെ പുഞ്ചിരി. സാരല്ല കേട്ടോ. ആരും എന്നെ ഓർത്ത് സങ്കടപ്പെടണ്ട. എന്നെയല്ലേ ഓർമ്മയില്ലാതിരിക്കൂ. എനിക്കറിയാലോ എൻ്റെ ഉണ്ണിയേട്ടൻ അതെന്ന്. അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. മോളെ മാളു,
പവിത്ര സങ്കടത്തോടെ അവളെ വിളിച്ചു. ദേവിക അപ്പോഴും സാരിത്തുമ്പ് വായിൽ തിരുകി കരച്ചിലടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആർക്കും ഒരു സങ്കടവും വേണ്ട, എന്നെ ഓർമ്മയില്ലെങ്കിലും വേണ്ടില്ല. ഈ കഴിഞ്ഞ 11 മാസം എൻ്റെ ഉണ്ണിയേട്ടൻ എനിക്ക് തന്ന ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എന്നെ എപ്പോഴും പൊതിഞ്ഞു പിടിച്ച് സ്നേഹിച്ചിട്ടുണ്ട്. ഗായുന്നാ വിളിച്ചിരുന്നതെങ്കിലും പ്രണയിച്ചത് എന്നെ തന്നെയല്ലേ? ആണ് ആണ് എന്നെ തന്നെയാ. അപ്പോ ആ ഓർമ്മകൾ മാത്രം മതി മാളൂന് ഇനി ജന്മം മുഴുവൻ എൻ്റെ ഉണ്ണിയേട്ടൻ്റെത് മാത്രാ ഞാനെന്ന് പറഞ്ഞ് ജീവിക്കാൻ. അതെ, ഉണ്ണിയേട്ടൻ്റെ മാത്രാ. വേറെ വേറെ ആർക്കും മാളു ഈ ഹൃദയത്തിൽ ഇന്നോളം സ്ഥാനം കൊടുത്തിട്ടില്ല. അവിടെ അവിടെ എൻ്റെ ഉണ്ണിയേട്ടൻ മാത്രമേ ഉള്ളൂ. ഈ ഓർമ്മകൾ മാത്രം മതിയമ്മേ. മാളു ജീവിച്ചോളാം. എന്നെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാതിരുന്നാൽ മാത്രം മതി. അവൾ കരഞ്ഞുകൊണ്ട് ദേവികയോട് പറഞ്ഞു. ദേവിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നു മോളെ. അവരുടെ ഹൃദയം നൊന്തു. കണ്ണുനീർ ഒഴുകി. അവളുടെ കണ്ണുനീർ ഒഴുകി ആ അമ്മയുടെ ഹൃദയത്തെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് വിനോദിനെ മയക്കി കിടത്തി. ബോധം വരുന്നതിന് മുന്നേ തന്നെ റാം മനോഹർ ഡോക്ടറുടെ അടുത്ത് എത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും സമനില തെറ്റാൻ ചാൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം വിനോദ് ഇപ്പോൾ അത്രമേൽ തകർന്നിരിക്കുകയാണ്. എപ്പോഴും ഗായത്രിയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അന്നത്തെ ആക്സിഡന്റ് അവൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പുലമ്പുന്നുണ്ടായിരുന്നു. ഗായത്രിയെ അത്രയേറെ ചങ്കിൽ കൊണ്ട് നടന്ന് പ്രണയിച്ചവനല്ലേ. അതുകൊണ്ട് ഒരു കൗൺസിലിംഗ് അവന് അത്യാവശ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. മാളുവും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നു. പക്ഷെ പവിത്രയുടെയും ചിന്നുവിൻ്റെയും നിർബന്ധം കൊണ്ട് അവൾ അവർക്കൊപ്പം മറ്റൊരു കാറിൽ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ അവൾ ഹരിയെയും ദേവികയെയും രാജനെയും ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ ആ നോട്ടത്തിൽ എല്ലാവരുടെയും ഹൃദയം വിങ്ങി. അവൾ ഹരിയെ അടുത്തേക്ക് വിളിച്ചു. അവൻ എന്താ എന്ന പോലെ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. ശ്രദ്ധിക്കണേ ഹരിയേട്ടാ, എപ്പോഴും കൂടെ തന്നെ കാണണേ. എൻ്റെ ഉണ്ണിയേട്ടൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താങ്ങണില്ല മാളൂന്. ആശ്വസിപ്പിക്കണേ. എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ. ഞാൻ അവൾ അവനെ നോക്കി വിങ്ങി പൊട്ടിപ്പോയി. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി. ഇന്നോളം സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവൾ. ആകെ സന്തോഷിച്ചത് വിനുവിൻ്റെ കൂടെയുള്ള ഈ കഴിഞ്ഞ മാസങ്ങൾ മാത്ര. ഈശ്വരൻ ഇവളുടെ കണ്ണീര് കാണാതിരിക്കൂ. ആരോരില്ലാത്ത കുഞ്ഞല്ലേ. അപ്പോ ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടവരും ഇവരാവില്ലേ? ഹരിയുടെ മനസ്സിൽ വേദനയോടെ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞു. പോട്ടെ, വേഗം വരണട്ടോ. ഞാൻ കാത്തിരിക്കുന്നുണ്ടാവും ശ്രീലയത്തില് എൻ്റെ ഉണ്ണിയേട്ടന് വേണ്ടി. അത്രയും പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് മാളു മുന്നോട്ട് നടന്നു. മുന്നിൽ പോകുന്നവൾ കൺമുന്നിൽ നിന്നും മറയുന്നതുവരെ ഹരി അവളെ തന്നെ നോക്കി നിന്നു. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ ഒപ്പുന്നുണ്ടായിരുന്നു മാളവിക. വിനോദിന്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 3-4 ദിവസം അവർക്കവിടെ തങ്ങേണ്ടി വന്നു. ദേവികയ്ക്കും രാജനും ഹരിക്കും താമസിക്കാൻ അതിനടുത്ത് തന്നെ ഒരു വീടും റെന്റിനെടുത്തു. റാം ഡോക്ടറുടെ മുന്നിൽ ആദ്യ ദിവസം വന്നിരിക്കുമ്പോൾ വിനോദ് കരച്ചിൽ തന്നെയായിരുന്നു. അവനെ കേട്ടുകൊണ്ട് അയാൾ ക്ഷമയോടെ ഇരുന്നു. പിന്നീട് കൗൺസിലിംഗ് ആയിരുന്നു. അവന്റെ ജീവിതത്തിൽ ഗായത്രി എത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അവന്റെ വാക്കുകളിലൂടെ തന്നെ ഡോക്ടർക്ക് മനസ്സിലായിരുന്നു. അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. ഗായത്രിക്ക് മുകളിൽ അല്ലെങ്കിൽ അതേ അളവിൽ മറ്റാരോടെങ്കിലും വിനോദിന് പ്രണയം തോന്നിയിട്ടുണ്ടോ? ഗായത്രിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞതും അദ്ദേഹം ആകാംക്ഷയോടെ അവനെ നോക്കിക്കൊണ്ട് അടുത്ത ചോദ്യം ചോദിച്ചു. വിനോദ് പെട്ടെന്ന് ഞെട്ടി. അവൻ തലയിൽ കൈകൾ അമർത്തിപ്പോയി. ആ ചോദ്യത്തിൽ അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്തോ ഒരു പുകമറ. ആരോ സ്നേഹം കൊണ്ട് തന്നെ വീർപ്പ് മുട്ടിക്കുന്നു, തന്നെ ചുംബിക്കുന്നു, തന്നെ എന്തോ വിളിക്കുന്നു. നഗ്നമായ മാറിലേക്ക് തന്നെ ചേർത്ത് പിടിച്ച് തലോടുന്നു. ആരായിരിക്കും അത്? ഗായു അല്ല അത്? അവളല്ലാതെ ആരാ? വിനോദ് ഞെട്ടലോടെ കണ്ണു തുറന്നു. അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ഡോക്ടർ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു. എന്താണ് വിനോദ് ഒന്നും പറയാത്തത്? മറുപടി പറയൂ, അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു. വിനോദ് പകപ്പോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. എന്താ? അവൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ ചോദിച്ചത് വിനോദ് കേട്ടില്ലേ? ഗായത്രി എന്ന തൻ്റെ കാമുകിക്ക് അല്ലെങ്കിൽ ഗായത്രി എന്ന തൻ്റെ ഭാര്യയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ അതേ അളവിൽ വിനോദിന് മറ്റാരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? അദ്ദേഹം അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പെൻ കറക്കി. വിനോദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നോ നോ, ആരുമില്ല. എൻ്റെ ഗായത്രി മാത്രമേ ഞാൻ പ്രണയിച്ചിട്ടുള്ളൂ. അല്ലാതെ ആരെയും
കഴിയില്ല എനിക്ക്. അവൻ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനുള്ള മറുപടി കൊടുത്തത്. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ഹേയ്, കൂൾ ഡൗൺ വിനോദ്, താനെന്തിനെങ്ങനെ ടെൻസ്ഡ് ആകുന്നത്? കൂൾ. അദ്ദേഹം അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴും അവന്റെ മുന്നിൽ മൃദുവായി പുഞ്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം തെളിയുന്നുണ്ടായിരുന്നു, ഒരു പുകമറയിൽ എന്നതുപോലെ. വിനോദ്, ആർ യു ഓക്കെ? ഡോക്ടറുടെ ശബ്ദം ഒരു ഗർത്തത്തിൽ എന്നതുപോലെ വിനോദ് കേട്ടു. അവൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. എന്താണ് വിനോദ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം സ്വതവേയുള്ള പുഞ്ചിരിയോടെ അവനോട് ചോദിച്ചു. അത് പിന്നെ. അവൻ എന്തോ ബുദ്ധിമുട്ട് തോന്നി. ടെൻഷൻ ആവണ്ട, കൂളായിട്ടിരുന്ന് പറയൂ. ഒരു 1 മിനിറ്റ് റിലാക്സ് ആയിട്ടിരിക്കൂ, അദ്ദേഹം പറഞ്ഞു. അവൻ ഒന്ന് തല കുലുക്കി. ആരോ ആരോ എൻ്റെ ഗായു അല്ലാതെ ആരോ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നെ പുണർന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഗായു അല്ലാതെ ഞാൻ ആരെയും. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ആരായിരിക്കും വിനോദ്? അദ്ദേഹം ചോദിച്ചു. ഐ ഡോണ്ട് നോ ഡോക്ടർ. ഐ ഡോണ്ട് നോ. അവൻ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഗായത്രിയെ മറന്ന് മറ്റൊരു കുട്ടിയെ എന്നെങ്കിലും നോ, കഴിയില്ല എനിക്ക്. അദ്ദേഹം പറഞ്ഞു മുഴുവനാക്കും മുൻപ് അവൻ്റെ മറുപടിയും വന്നിരുന്നു. ഓക്കെ, മതി. ഇനി താൻ ഒന്ന് റിലാക്സ് ആവൂ. ഇത്രയും മതി, അദ്ദേഹം പറഞ്ഞു. വിനോദ് തല ഉലുക്കി. എന്താ, തലവേദനിക്കുന്നുണ്ടോ? അദ്ദേഹം സ്നേഹത്തോടെ ചോദിച്ചു. യെസ്, എന്തോ വല്ലാതെ എനിക്ക് വേദന, അവൻ പറഞ്ഞു. ഓക്കെ. അദ്ദേഹം അവന് നേരെ ഒരു ടാബ്ലറ്റ് നീട്ടി. ഇത് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കൂ, നമുക്കിനി പിന്നെ സംസാരിക്കാം, അദ്ദേഹം പറഞ്ഞപ്പോൾ അവൻ വെറുതെ തലകുലുക്കി. ബോധം മറിഞ്ഞു വീണ വിനോദിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും അതിനുശേഷമുള്ള കാര്യങ്ങളുമെല്ലാം ഓർത്തിരിപ്പായിരുന്നു ഹരി ഇത്രയും നേരം. അവൻ്റെ കണ്ണുകൾ അതിൻ്റെ ഫലമായി നിറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ റാം മനോഹർ സൈക്യാട്രിസ്റ്റ് എന്നെഴുതിയ ബോർഡിൽ നോക്കിയിരിക്കുമ്പോൾ ഹരിയുടെ ഹൃദയം പതിവില്ലാത്ത വിധം എന്തിനോ മിടിച്ചുകൊണ്ടിരുന്നു. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഡോക്ടർ ഹരിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ തന്നെ ഉറ്റുനോക്കി ഹരി നിന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാതോർത്ത് പ്രതീക്ഷയോടെ. തുടരും.